നന്നായിട്ടുണ്ട്, ഭയങ്കര നന്നായിട്ടുണ്ട്. അതായത് ഇമോഷണലി ഭയങ്കര ടച്ച് ചെയ്യുന്നൊരു സ്റ്റോറിയാണ്. പിന്നെ ഒരു ട്രൂ സ്റ്റോറിയും കൂടെ ആകുമ്പോൾ അതിൻ്റേതായ ഒരു നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഋഷിയുടെ അഭിനയം ഭയങ്കര സൂപ്പർ. ഒരിക്കലും നമ്മൾ ശരിക്കും റിയലായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത് ആ ഒരു ഫീൽ തന്നെയാണ്. റിയൽ സ്റ്റോറിയാണ്. പക്ഷേ പുള്ളിക്കാരി അല്ലല്ലോ ശരിക്കും ആ റിയൽ ലൈഫിലുള്ളത്. പക്ഷേ നന്നായിട്ടുണ്ട്, ഒത്തിരി നന്നായിട്ടുണ്ട്. ഹാർട്ട് ടച്ചിങ് മൂവിയാണ്. ഒരുപാട് നാല് ശേഷമാണ് ഇങ്ങനെ മൂവി കാണുന്നത്. പണ്ട് മലയാളത്തിൽ 80s 90s അങ്ങനെ ഉണ്ടായി, ഇപ്പം അങ്ങനെ ഇല്ല. നമ്മുടെ ലൈഫിൽ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ അമ്മമാരായിട്ടുള്ള മദർഹുഡ് കാണിക്കുന്ന ഫിലിമാണ്. പിന്നെ എടുത്തവരാണ് ഉർവശി മാഡത്തിൻ്റെ പെർഫോമൻസാണ്. കോമഡി ആയാലും സെൻറ്റിമെൻറ്റ്സ് ആയാലും കുറച്ച് ലുനാറ്റിക് ആണെങ്കിലും പുള്ളിക്കാർക്ക് നാഷണൽ അവാർഡ് ഉറപ്പാണ്. ഇന്ത്യൻ സിനിമയിൽ കണ്ട ഏറ്റവും വലിയ ആക്ട്രസ്സാണ് ഉർവശി മാഡം. ഇങ്ങനെ ഒരു ആക്ടിങ് കണ്ടിട്ടില്ല. ഒരു ട്രൂ സ്റ്റോറിയാണ്. നമ്മുടെ കണ്ണ് അറിയുന്ന ഫിലിമാണ്. നമ്മുടെ അമ്മമാരായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു അസാധ്യ പെർഫോമൻസ് ഉള്ള പടം കണ്ടിട്ടാണ് നിൽക്കുന്നത് ജയ ബേബി. ഈ വർഷത്തെ ദേശീയ അവാർഡ് ഊർവശിക്ക് തന്നെ കിട്ടണമെന്നാണ് കാരണം എൻ്റെ പൊന്നു എന്നാ പെർഫോമൻസാണ്. ദ റിയൽ ലേഡി സൂപ്പർ സ്റ്റാർ ഊർവശി എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഈ പടത്തിൽ അത്രമാത്രം ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരുപാട് സീനുകളുണ്ട്. പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ദിനേശ് അതുപോലെ തന്നെ ലുല്ലു സഭാമാരൻ ഇവർ രണ്ടുപേരുടെയും പെർഫോമൻസ് സൂപ്പർബാണ്. ഫാമിലിക്ക് കണക്ട് ചെയ്യുന്ന ഇമോഷണലി ഭയങ്കരമായിട്ട് നമുക്ക് കണക്റ്റ് ആവുന്ന ഒരു സിനിമ തന്നെയാണ് ജയ ബേബി. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളതാണ്. എനിക്ക് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻസ് ആണ്. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് കാണിച്ചിരിക്കുന്നത്. വളരെ കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു വുമൺഹുഡിൻ്റെ വലിയൊരു പ്രസൻറ്റിങ് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇങ്ങനൊരു സിനിമ വരുന്നത് തന്നെ വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളം സ്നേഹിക്കുന്ന ഉർവശി എന്നൊരു പ്രധാന കഥാപാത്രം തന്നെയാണ് അതിൽ നമ്മളെ കൊണ്ടിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങളുടെ വലിയൊരു പവറിനെ കുറിച്ച് പറയുന്നൊരു സിനിമ കൂടിയാണ് ജയ ബേബി എന്ന സിനിമ. സെൻറ്റിമെൻ്റലെന്ന് പറയാൻ പറ്റില്ല. ക്രാഫ്റ്റ് വൈസിനേക്കപ്പുറം അതിലൊരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട്, ടച്ചിങ് ഉണ്ട്. ജയ ബേബിയെ കണ്ട് ഒടുക്കത്ത് ഗാംഭീർ നിറഞ്ഞൊരു പൊളപ്പൻ അഭിനയമുണ്ട് മച്ചന്മാർ. ഒരു രക്ഷയില്ല. മരണമാസം എന്ന് പറഞ്ഞാൽ അതുക്കും മേൽ പെർഫോമൻസ് ആണ്. കേശുവിൻ്റെ നാഥൻ, സുറേ പോട്ടറു, ചാൾസ് എൻ്റർപ്രൈസിന് ശേഷം അതിവ്യത്യസ്തം നിറഞ്ഞ അഭിനയം മികവെന്ന് പറഞ്ഞ ഇതാണ്. ഭാവ അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിപ്രഷനായിട്ടുള്ള അഭിനയമാണെങ്കിലും നാഷണൽ അവാർഡ് കിട്ടുന്ന ഒരു അഭിനയ പ്രതിഭയാണ്. ഫുൾ ടൈം ഒരു നമ്മുടെ ഉർവശി മാഡത്തിൻ്റെ ഒരു വൺ മാൻ ഷോ എന്ന് എൻ്റർടൈൻമെൻ്റ് എന്ന് വരെ പറയാം. കുറേ ആർട്ടിസ്റ്റുകളുണ്ടെങ്കിലും ഉർവശി മാഡമാണ് കത്തിപ്പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഉർവശിയുടെ ഒരു ഗേറ്റ് വേ എൻ്റർടൈൻമെൻ്റ് ആണ്. ഓക്കെ, നല്ല സിനിമയാണ്. ശരിക്കും ഉർവശിച്ചുള്ള കറിയിപ്പിച്ചു. സത്യം പറഞ്ഞാൽ ശരിക്കും എല്ലാവരും ചിന്തിക്കേണ്ട, ഇപ്പോഴത്തെ കാലത്ത് ചിന്തിക്കേണ്ട, മക്കളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്.